ഇപ്പോഴത്തെ ട്രെൻഡിങ് മൂവി ആയിട്ടുള്ള ലക്കി ഭാസ്കർ, അതിൽ അർഷദ് മേത്ത സീൻ ഒരുപാട് കാണിക്കുന്നുണ്ട്, പക്ഷെ ഫേസ് കാണിക്കുന്നില്ല. ആളെ കുറിച്ചിട്ട് എങ്ങനെയാ പറയാനുള്ളത്? ആക്ച്വലി നമ്മൾ ഹർഷദ് മേത്തയുടെ പേര് കോമൺ ആയിട്ട് കേട്ട് വന്നിരുന്നത് 1992 അദ്ദേഹം ചെയ്ത വലിയൊരു സ്കാം പുറത്ത് വന്നപ്പോഴാണ്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സ്റ്റോക്ക് ബ്രോക്കറിംഗ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നു അദ്ദേഹം ഒരു തുടങ്ങിയ ഒരു ബ്രോക്കർഷിപ്പ് തുടങ്ങി വളരെ ചെറിയ പീരീഡ് തന്നെ വലിയ ഒരു പ്രശസ്തി നേടിയ ഒരാളാണ്. ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു പെരുമ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹർഷദ് മേത്തയുടെ ഈ സീനിന് ശേഷമാണോ ശരിക്കും സെബി ഫോം ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ? അല്ല, സെബി ആക്ച്വലി ഹർഷദ് മേത്ത ഈ ഒരു സ്കാം പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ ഫോം ചെയ്തിരുന്നു. 1988 സെബി ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സ്കാം പുറത്ത് വന്നതിന് ശേഷം സെബി അവരുടെ റെഗുലേഷൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ആക്ച്വലി ഹർഷദ് മേത്ത ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓരോ ലൂപ്പ് ഹോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു മാനിപ്പുലേഷൻ ചെയ്തിരുന്നത്. അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ പ്രൈസ് ബൈ ചെയ്ത് അതിന്റെ വാല്യൂ കൂട്ടി വരും. അങ്ങനെ സംഭവിക്കുമ്പോൾ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യും, ഈ ഒരു ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണവും കൂടും, അല്ലെങ്കിൽ അതിൽ ബൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടും. അങ്ങനെ ഈ ഒരു പ്രൈസ് ഒരു പീക്ക് പോയിന്റിൽ എത്തുന്ന സമയത്ത്, അതായത് ഒരുപാട് ഹൈയിലെത്തുന്ന സമയത്ത് ഹർഷദ് മേത്ത ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതായത് ക്രോസ് ഓഫ് റുപ്പീസ് ആയിരിക്കും, ഹൺഡ്രഡ്സ് ഓഫ് ക്രോസ് ഓഫ് റുപ്പീസ് ആയിരിക്കും. ഇത് അദ്ദേഹം എന്ത് ചെയ്യും, വിഡ്രോ ചെയ്ത് ആ ഒരു പ്രോഫിറ്റ് എടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിന് അദ്ദേഹം ചൂസ് ചെയ്തിരുന്ന വഴി എന്ന് പറയുന്നത് ഓരോ പണ്ട് കാലങ്ങളിൽ ബാങ്കുകൾ ബോണ്ട് ഷെയർ ചെയ്തിരുന്നു. അതായത് ബാങ്കിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ് വരുന്ന സമയത്ത് പബ്ലിക്കിന് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ രണ്ട് ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിന് ബോണ്ട്സ് കുറവാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, വേറൊരു ബാങ്കിൽ നിന്ന് ബോണ്ട് അക്സെപ്റ്റ് ചെയ്യും. അതിന് ഇവർക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഹർഷദ് മേത്ത ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ, ഈ ഒരു ബോണ്ട് എക്സ്ചേഞ്ചിങ്ങിലൂടെ വലിയ രീതിയിലുള്ള ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അതായത് ഓരോ ബാങ്കിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് അലോട്ട് ചെയ്തിട്ട് ആ ഫണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതുപോലുള്ള സ്റ്റോക്കുകളിൽ പ്രൈസ് ഇൻജെക്ട് ചെയ്യും. എന്നിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് തിരിച്ച് മറ്റേ ബാങ്കിൽ നിന്ന് ബോണ്ട് ബാങ്ക് റെസിപ്റ്റ് വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിന്റെ ഒരു പീക്ക് ലെവലിൽ എത്തിയിരുന്ന സമയത്ത് അദ്ദേഹം പിന്നെ എന്ത് ചെയ്താൽ കൂടുതൽ ഗ്രീഡി ആയിട്ട് അദ്ദേഹം ചെയ്തു, ഈ ബാങ്ക് റെസിപ്റ്റ് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എന്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രോഫിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ടോട്ടൽ വാല്യൂസ് എന്ന് പറയുന്നത് 4000 crores ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 25,000 crores വരും. 25,000 crores. ഓക്കെ, അപ്പോൾ അതിനുശേഷം 1992 എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, സുജിത ദലാൽ എന്ന് പറഞ്ഞ ഒരു ജേർണലിസ്റ്റ് ആണ് ഈ ഒരു സ്കാം ഫൈൻഡ് ഔട്ട് ചെയ്തത്. ആ ഒരു ആർട്ടിക്കിൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു സ്കാം ആണെന്ന് എന്ന് പുറം ലോകം അറിഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ എക്കണോമിയിൽ സംഭവിച്ചിട്ടുള്ളത്. ടോട്ടലി ബാങ്കിങ് സെക്ടറിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറെ വർഷത്തോളം ഹർഷദ് മേത്ത ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 9 years ജയിലിലായിരുന്നു. അതിനുശേഷം ജയിലിൽ വെച്ച് തന്നെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു. കറക്റ്റ് ആയ ടൈമിൽ തന്നെ ലൂപ്പ് ഹോൾ ഫൈൻഡ് ചെയ്ത് അതിൽ കയറിയിട്ടാണ് ആൾ സ്കാം ചെയ്തേക്കുന്നത്. യെസ്, അദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ലൂപ്പ് ഹോൾസ് എല്ലാം സ്ട്രോങ് ആയിരുന്നു. പിന്നീട് സെബി അതൊക്കെ എന്ത് ചെയ്തു, റെഗുലേഷൻസ് കൂട്ടി അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു.